യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ അച്ഛൻ ആശംസിക്കുന്നു നല്ലൊരു ദിവസം. നമ്മുടെ ജീവിതത്തിൽ നന്മ നിറയട്ടെ, തിന്മയെ കീഴടക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ നമ്മൾ നന്മയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും സന്തോഷത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലും സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത തരത്തിൽ ദുഃഖവും അതുപോലെ നാശത്തിലേക്ക് നമ്മൾ നയിക്കുന്ന ചില അവസ്ഥ ഉണ്ടാകും. അതൊരു ബന്ധന. നമ്മളിന്ന് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനമൊക്കെ നഷ്ടപ്പെടുന്നത്? തിന്മ നമ്മളെ എങ്ങനെ കീഴടക്കും എന്നൊക്കെ നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പഴയ നിയമത്തിൽ ആസാ രാജാവിനെ കുറിച്ചാണ്. ആസാ രാജാവ് ദൈവത്തിൻ്റെ കൃപയിൽ അനുഗ്രഹത്തിൽ ജീവിച്ച് മുന്നേറിയ വ്യക്തിയാ. എന്നാൽ പിന്നീട് ഈ ആസാ രാജാവിന് 36 വയസ്സായപ്പോൾ തിന്മ കീഴടക്കുന്നുണ്ട്. ഇസ്രായേൽ രാജാവായ ബാഷ ആസാ രാജാവിനെ തോൽപ്പിക്കാൻ വരുന്നു. ആ സമയത്ത് ഇതിനു മുന്നേ ആസാ രാജാവ് ദൈവത്തെയാണ് ആശ്രയിക്കുന്നത്. സ്വന്തം ബുദ്ധി കൊണ്ട് സിറിയ രാജാവിനെ ക്ഷണിച്ചു വരുത്തുന്നു. പോരാത്തതിന് സമ്മാനങ്ങളൊക്കെ ഏറെ കൊടുത്തു. ഈ സമ്മാനം കൊടുക്കാനോ പള്ളിയിലെ നേർച്ചപ്പെട്ടിന്ന് എടുക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് അനന്യ പ്രവാചകൻ വന്ന് പറയുന്നുണ്ട്, നീ ചെയ്യുന്നത് തെറ്റാണ്. നിനക്ക് സമാധാനം കിട്ടി, സന്തോഷം കിട്ടി, യുദ്ധത്തിൽ വിജയിക്കുവാൻ ദൈവം നിന്നിലൂടെ പ്രവർത്തിച്ചു, ദൈവം നിന്നെ രക്ഷിച്ചു. പക്ഷേ ആസാ രാജാവ് എന്ത് ചെയ്തു? ഇങ്ങനെ പറഞ്ഞ അനന്യ ദീർഘദർശി. അവൻ്റെ വാക്ക് ആസാ രാജൻ ഇഷ്ടപ്പെടുന്നില്ല. തിന്മ കയറുന്നു, അഹങ്കാരം നിറയുന്നു. ദൈവത്തോട് ചോദിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആസാ രാജാവ് തൻ്റെ ബുദ്ധി തന്നെ ആശ്രയിക്കുന്നുണ്ട്, അഹങ്കാരം നിറയുന്നുണ്ട്, ദൈവം ആഗ്രഹിക്കാത്ത ചെയ്യുന്നു. ആ തെറ്റിനെ കാണിച്ചു കൊടുത്ത അനന്യ ദീർഘദർശിയെ മർദ്ദിച്ച് ജയിലിടുന്നു. പ്രിയമുള്ളവരെ, സമാധാനം നഷ്ടമായി, വലിയ തരത്തിൽ ജീവൻ ഭീഷണിയിലാവുന്നു. അവസാനം ഈ ആസാ രാജാവ് തൻ്റെ അഹങ്കാരത്താൽ തിന്മ കയറിയപ്പോൾ മരിക്കുകയാണ്. ഓർക്കുക പ്രിയമുള്ളവർ, സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിച്ച ആസാ രാജാവ് തൻ്റെ പ്രജകളെയും ആ സന്തോഷത്തേക്ക് നയിച്ച രാജാവ് പിന്നീട് തിന്മ കീഴടക്കി. ആ വ്യക്തി നശിക്കപ്പെടുക. എങ്കിൽ പ്രിയമുള്ളവരെ, തിന്മയെ കീഴടക്കാതെ നന്മയെ ജീവിക്കുവാനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും മറ്റു മക്കൾ നമ്മളെ സഹായിക്കാൻ വരുമ്പോൾ അവരുടെ ഉപദേശം നന്മയാക്കൊണ്ട് സ്വീകരിച്ചും ജീവിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിന്മ കടന്നു വരാതിരിക്കുവാൻ, നെഗറ്റീവ് എനർജി ലഭിക്കാതിരിക്കുവാൻ, എപ്പോഴും പോസിറ്റീവായി സന്തോഷം ജീവിക്കുവാൻ ദൈവത്തോടെ ചേർന്ന് നിൽക്കുക. ദൈവിക വെളിപ്പെടുത്തലിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികളെ സ്വീകരിക്കുക. അപ്പോൾ എന്നും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് വലിയ സന്തോഷ ദിവസമായി മാറണം. തിന്മ കയറി ദുഃഖത്തിലാത്തുവാൻ ഒരിക്കലും ഇടവരുത്താതെ നന്മ ജീവിക്കാൻ നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന വാഗ്ദത്ത പേടകത്തിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ഈശ്വരാശീർവാദം തരാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. എപ്പോൾ നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് നന്മയെ ജീവിക്കുവാൻ, നന്മ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.